ഹലോ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളിൽ നമ്മുടെ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്തിട്ട് 4-ാമത്തെ ദിവസമാണ് ഗൈസ്. ഇന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഫൈറ്റർ ബ്രീഡായിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ എഗ്ഗ് ഇട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ്. നമ്മുടെ മെയിൽ ഫൈറ്റർ എല്ലാം ഈ എഗ്ഗ് എല്ലാം കൊണ്ട് നമ്മുടെ ബബിളിൻ്റെ ഉള്ളിലേക്കാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മളിതിനകത്ത് കിടക്കുന്ന ഫൈറ്ററിനെ ഫീമെയിലിനെ അങ്ങ് പിടിച്ച് മാറ്റുകയാണ് ഗൈസ്. കൂടുതലിനകത്തിട്ട് കഴിഞ്ഞാൽ മിക്കവാറും ആ മെയിൽ ഫൈറ്ററിനെ കൊല്ലാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇത് എഗ്ഗ് ഇടുന്നതിന് മുമ്പ് തന്നെ കുറേ അറ്റാക്ക് ചെയ്ത് അതിൻ്റെ വാലൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. നിങ്ങളതിനകത്ത് കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് അതിന് ശേഷം നമ്മളതിനെ പിടിച്ചിങ്ങ് മാറ്റി ബൗളിനകത്തിടാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളതിനെ പിടിച്ച് നമ്മുടെ ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ ഗൈസ് നമ്മുടെ ഫൈറ്റർ അറ്റാക്ക് ചെയ്യുന്നത് നോക്കിയാൽ കണ്ടാൽ അറിയാം ഗൈസ്. ഉണ്ടോ, നല്ല വൃത്തിക്ക് തന്നെ അത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച ഇൻഫസോറിയ അതിപ്പോൾ സെറ്റായ 2 ദിവസമാണ് വെയിറ്റ് ചെയ്യണം ഗൈസ്. അതിൻ്റെ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രൗൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.